അമ്മയ്ക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരണത്തിൽ അമ്മയ്ക്ക് എന്താ സംശയമുള്ളത്? കാരണം ഈ മകനും മകൻ്റെ ഈ മരുമകനും ഈ അച്ഛനും ഈ നാത്തൂനും ഒക്കെ തന്നെ ഇവരെ പീഡിപ്പിച്ചിരുന്നു ബെഞ്ചിയെ എന്ന രീതിയിലുള്ള കാര്യമുണ്ട്. ആത്മഹത്യക്കുറിപ്പൊക്കെ ഞാൻ വായിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഈ കുറിപ്പിലൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുകയും ചെയ്തു. അമ്മയ്ക്കിപ്പോൾ എന്താ സംശയം ശരിക്കും? എൻ്റെ സംശയം, എൻ്റെ മോള് അവളെ നാത്തൂൻ്റെ ഭർത്താവിനൊരു മെസ്സേജ് അയച്ചെന്ന്, എൻ്റെ ഭർത്താവിനെ ഇനി വിട്ടുതരാൻ പറ അവളോട്. എൻ്റെ ഭർത്താവ് ഞാനും കുഞ്ഞുമായിട്ടല്ലേ ജീവിക്കണ്ടേ, എന്തിനിവരെ അവനെ വിളിച്ചോണ്ട് പോന്ന്? ചേട്ടൻ പറ, അവളോട് പറ, എൻ്റെ ഭർത്താവിനെ ഇനി വിട്ടുതാ, ഞാനും എൻ്റെ കുഞ്ഞും ഭർത്താവുമായിട്ട് ജീവിക്കട്ടെ. അവൾക്ക് ഒരേ ആഗ്രഹമുള്ളായിരുന്നു സാറേ, അവളെ കൂടെ അവളെ ഭർത്താവും കുഞ്ഞും വേണം, അവൾക്ക് വേറെ ഒന്നും വേണ്ട. നിനക്ക് അഫെയർ ഉണ്ടെന്ന് അവൾ അറിഞ്ഞപ്പോഴും പറഞ്ഞിടാ ഞാനത് സഹിക്കാൻ തയ്യാറാണ്. എൻ്റെ കുഞ്ഞിന് അച്ഛനായിട്ട് എനിക്ക് ഭർത്താവായിട്ട് നീ മതി, എനിക്ക് നീയേ ഉള്ളു, എനിക്കല്ലാതെ വേറെ ആരും വേണ്ട. നിൻ്റെ സ്വത്ത് നീ ആർക്കോ കൊടുത്തോ, അതൊന്നും വേണ്ട. എനിക്ക് ജോലിയുണ്ട്, പക്ഷേ എനിക്ക് നീ ഇല്ലാതെയും എൻ്റെ കുഞ്ഞില്ലാതെയും ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് നീയും കുഞ്ഞും വേണം, എനിക്ക് നിന്നെയും കുഞ്ഞിനെയും മാത്രം മതിയെന്ന് അവൾ പറഞ്ഞ്. അവളോടും പറഞ്ഞ്, അവളെ ഭർത്താവിൻ്റെ ഇരിക്കെ എൻ്റെ മോള് കെഞ്ചി പറഞ്ഞ്, അവളെ നാത്തൂൻ്റെ ഭർത്താവിൻ്റെ ഇരിക്കുകയും പറഞ്ഞ്, എൻ്റെ ഭർത്താവിനെ ഒന്ന് വിട്ടതാ, എല്ലാത്തിനും നിങ്ങളെ ഭാര്യ അവനെയും കൊണ്ട് നടക്കുന്ന എന്താ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു നേരമെങ്കിലും പോണ്ടേന്ന്. അതും ചെയ്തില്ലല്ലോ മോനെ, അതും ചെയ്തില്ലല്ലോ. എൻ്റെ മോളെ കൊന്നു കളഞ്ഞില്ലേ, എൻ്റെ മോളെ ഒരാഗ്രഹങ്ങൾ നടന്നോ, എൻ്റെ മോളെ അമ്മയെ കാണാൻ പറ്റിയോ? ഒന്നുമില്ല. ഇനി എന്തിനാ എൻ്റെ അമ്മയെ ഒരു ദുഃഖം അറിയിക്കല്ലേ, എൻ്റെ അമ്മയെ ഒരു ദുഃഖം അറിയിക്കാതെ എൻ്റെ മോള് സഹിച്ചു പോയി. എല്ലാവരെയും പോലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എൻ്റെ മോളെ മുടി മുറിച്ച് എൻ്റെ മോളെ വികൃതമാക്കി. അവളെ നാത്തൂനുള്ള ഇഷ്ടം അതായിരുന്നു, എൻ്റെ മോള് വിരൂപിയാവണമെന്ന്. അവളാഗ്രഹം സാധിച്ച് മതിയായി. അവനെ വിടരുത്, എൻ്റെ മോക്ക് നീതി കിട്ടണം. അങ്ങേ അറ്റത്തെ കോടതി വരെ, അങ്ങേ അറ്റത്തെ നിയമം വരെ പോണം. പോയി അവനെയും അവൻ്റെ പെങ്ങളെ അച്ഛനെയും ഈ നാട്ടിൽ കൊണ്ടുവരണം. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടിനെ എനിക്ക് കിട്ടണം. ഒരു സ്നേഹം, എൻ്റെ പൊടിക്കുഞ്ഞ് ഛർദ്ദിച്ച് കിടന്ന ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയാം, എനിക്ക് ഉറങ്ങണമെന്ന്. ഒന്ന് മോനെ, ഇത് നിതീഷേ, കുഞ്ഞിനെ ഒന്ന് നോക്കി, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടെ, ഇവിടെ കൊണ്ട് ഇട്. അങ്ങനെയാണോ ഒരച്ഛൻ പറയുന്നത്? അവനാണോ ആ കുഞ്ഞിനെ വിട്ട് കിട്ടണമെന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാ? അമ്മ, ഇന്ത്യൻ എംബസി ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിന് എംബസി ഇടപെടുത്തണമെന്ന് അമ്മ പറയുന്നത്? ഇപ്പം ഈ മരണത്തിലെ ദുരൂഹത മാറ്റാൻ വേണ്ടിയാണോ? ഈ ദുരൂഹത മാറ്റുന്നതിനുപരി എൻ്റെ കുഞ്ഞിനെ ഈ സ്ഥിതിയിലെത്തിച്ചവന് ശിക്ഷ മേടിച്ചു കൊടുക്കണം. മെയിനായിട്ട് അവൻ്റെ പെങ്ങളും അവനും അവൻ്റെ അച്ഛനും, ഈ മൂന്നെണ്ണവും ഒരുപോലെ. അവളെ ഭർത്താവിനെ ഞാൻ കുറ്റം പറയത്തില്ല. അവർ പറയുന്നുണ്ട്, ഇവൻ്റെ അച്ഛനും ഇവനും പറയുന്നുണ്ട്, അവൻ്റെ അളിയന് പണം മാത്രം മതിയെന്ന്. അവനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവൻ ജോലി തേടി പലയിടത്ത് നടക്കുന്നു. ആ സമയം കൊണ്ട് അവനുള്ളപ്പോൾ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അവൻ എവിടെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണ് ഈ തന്തയും മോളും എൻ്റെ മോളെ ഭർത്താവും കൂടെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും പീഡിപ്പിക്കുന്നത്. അവസാനം ഗതി കേട്ട അവന് എൻ്റെ മോള് മെസ്സേജ് അയച്ച്, ചേട്ടാ ഞാനൊന്ന് ജീവിക്കാൻ അനുവദിര്, എൻ്റെ ഭർത്താവിൻ്റെ കൊച്ചിനെയും കൂടെ ഒന്ന് ജീവിക്കാൻ ഒരാഗ്രഹവും തീർന്നില്ല. അവളൊന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ, അവൾക്കൊന്നും വേണ്ടായിരുന്നു. അവളെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷമായിട്ടൊന്ന് യാത്ര പോകാനും അത് മാത്രമേ എൻ്റെ മോൾ ആഗ്രഹിച്ചോളൂ സാറേ. അതിനവസരം കൊടുക്കാത്ത കാതകിയെ വെച്ചേക്കരുത്. അവളെ എത്തിച്ചെൻ്റെ കയ്യിൽ തരണം. എനിക്ക് വേറൊന്നും പറയാനില്ല സാറേ.
ഓക്കെ ഓക്കെ എൻ്റെ മോൾ അമ്മയെ ഞാൻ കൂടുതൽ ആഗ്രഹങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഷാർജയിലാണ് ഈ വിഭജിക മരിച്ചത്. നിങ്ങൾക്കറിയുന്ന പോലെ കുറച്ചധികം കാലമായി ഭർത്താവിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് മരിക്കുന്നത് എന്ന് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വിഭജിക ആത്മഹത്യ ചെയ്തത്. കുടുംബത്തിൽ വീട്ടിൽ പോകാനോ ഒന്നും അനുവദിച്ചിരുന്നില്ല ഈ ഭർത്താവെന്നാണ് നിതീഷ് അനുവദിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷ് ആവശ്യപ്പെട്ടു എന്നാണ് വ്യക്തമായ വിവരം. നമ്മുടെ മലയാളി സംഘടനകളൊക്കെ ശ്രമിച്ച യഥാർത്ഥത്തിൽ ഈ മൃതദേഹം നാട്ടിലേക്ക് കേരളപുരത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം. കാരണം ഈ അമ്മയ്ക്ക് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്രയും പീഡനം ഭാര്യയുടെ മേൽ ചെയ്ത ഒരു ഭർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം മുഖവിലേക്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മലയാളി സഹോദരന്മാർ ശ്രമിച്ച് ഈ മൃതദേഹം ഇന്ത്യയിലെത്തിച്ച് കേരളപുരത്തെത്തിച്ച് വേണമെങ്കിൽ ഒരു ഉന്നത അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ഇവരുടെ മരണത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വീട്ടുകാർക്കെങ്കിലും ബോധ്യപ്പെടണം, നാട്ടുകാർക്കും ബോധ്യപ്പെടണം. നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയാണെങ്കിൽ വഴിപിടിച്ച് നടത്തുക വേണം നിതീഷിനെ.